നമസ്തേ, ധനന്തരൻ വേദിനിരിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്തൊരു കമൻറ്റ് വന്നിരുന്നതാണ്. ഇദ്ദേഹം പറയുന്ന വളരെ ലളിതമായ മരുന്നുകളാണ്, ഇദ്ദേഹത്തിന് വലിയ ചികിത്സകളെക്കുറിച്ച് അറിയില്ല എന്ന്. ഈ കേൾക്കുന്ന കമൻറ്റിന് താഴെ എൻ്റെ ചികിത്സ തേടിയിട്ടുള്ള ആൾക്കാരും അല്ലാത്തവരുടെയൊക്കെ ഒരുപാട് കമൻറ്റുകൾ റിപ്ലൈ ഉണ്ട്. എന്നെ കേൾക്കുന്ന, എന്നെ ചികിത്സിക്കുന്ന ആൾക്കാർക്കറിയാം എൻ്റെ ചികിത്സാ രീതികൾ എങ്ങനെയാണ്. ഇവിടെ ചികിത്സയ്ക്ക് വരുന്നവരുടെ മാറത്ത് മൈക്ക് വെച്ചിട്ട് അവരിൽ നിന്ന് റിവ്യൂ എടുത്തിട്ട് അത് പ്രചരിപ്പിച്ചിട്ട് ചികിത്സിക്കുന്നൊരു വൈദ്യനല്ല. പലപ്പോഴും കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ പലരും എന്നെ വിളിക്കാറുണ്ട്. 25,000 രൂപയോ 50,000 രൂപയൊക്കെ തന്നു കഴിഞ്ഞാൽ ഡോക്ടറേറ്റ് തരാമെന്ന് പറഞ്ഞുകൊണ്ട്. ഒരു പാരമ്പര്യമായി പഠിച്ച അറിവുകൾ ഒരു വൈദ്യൻ ഒരു സുപ്രഭാതത്തിൽ ആരെങ്കിലും ഒരു ഡോക്ടറേറ്റ് തന്നാൽ ഞാൻ ഡോക്ടറാകുമോ? ഒരു ഡോക്ടർ എന്ന് പറയുന്നത് LKG മുതൽ അവൻ്റെ മെഡിക്കൽ വിദ്യാഭ്യാസം വരെ, അത് അലോപ്പതി ആയിക്കൊള്ളട്ടെ ആയുർവേദമായിക്കൊള്ളട്ടെ, എത്ര കാലത്തെ കഷ്ടപ്പാടെന്നറിയാമോ? ഒരു കുഞ്ഞിൻ്റെ സുഖ ദുഃഖങ്ങളെല്ലാം മറന്ന് ആ കുഞ്ഞ് വളരെ കഷ്ടപ്പെട്ട് പഠിച്ചാണ് ഒരു ഡോക്ടറാകുക. എൻ്റെ മോനും ആയുർവേദ ഡോക്ടറിന് പഠിക്കുന്നൊരു കുട്ടിയായതുകൊണ്ട് പറയുകയാണ്, ആ പഠനം കാണുന്നത് കൊണ്ട് പറയുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പല വീഡിയോ ചെയ്യുമ്പോഴും ഞാൻ പറയുന്നത്, നിങ്ങൾക്കൊരു രോഗം വന്നാൽ അലോപ്പതി വിഭാഗത്തിൽ കാണിക്കണം, നന്നായിട്ട് ഡയഗ്നോസ് ചെയ്യണം. ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അത് ചികിത്സിക്കുന്നത് അക്കാദമിക് തലങ്ങളിൽ അറിവുള്ളവരുടെ ആദ്യം മാർഗ്ഗനിർദ്ദേശം നേടണം. നാട്ടുവൈദ്യമോ അല്ലെങ്കിൽ ആയുർവേദമോ അല്ലെങ്കിൽ മറ്റ് ചികിത്സകളോ തേടണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഓരോ മനുഷ്യരുടെയും ഇഷ്ടങ്ങളാണ്. ഏതെങ്കിലും ഒരു ചികിത്സാ വിഭാഗത്തെ ഇകഴ്ത്തി കാട്ടുന്ന ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ അവരുടെ അടുത്തേക്ക് നമ്മൾ ചികിത്സയ്ക്ക് പോകരുത്. അത് ഏത് സീനിയർ കൺസൾട്ടൻ്റ് ആണെങ്കിലും ശരി, എത്ര വലിയ ഉന്നതനായ ഡോക്ടറാണെങ്കിലും. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കുക, ഈ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിൽക്കുന്ന ഡോക്ടർമാരാരും മറ്റ് ചികിത്സാ ശാഖകളെ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം തൻ്റെ ചികിത്സാ ശാഖയെ ഉയർത്തി കാട്ടുക മാത്രമല്ല, മറ്റുള്ളതിനെ ഇകഴ്ത്തി കാട്ടുകയും ചെയ്യരുത്. പിന്നെ ഒരു കാര്യം ഞാൻ ഇന്ന് ഒരു ടിപ്സോടെ പറഞ്ഞു പോവുകയാണ്. നമ്മൾക്ക് തലമുടി വട്ടത്തിൽ പൊഴിയുന്നതിന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കീഴാർ നെല്ല് നല്ല ഭംഗിയായിട്ട് വെണ്ണ പോലെ അരച്ചെടുത്ത് ആ വട്ടത്തിൽ പൊഴിയുന്ന ഭാഗത്ത് 1 മണിക്കൂറിലധികം ഇട്ട് വയ്ക്കുക. അതിനുശേഷം കുളിക്കുക. കുളിച്ചതിന് ശേഷം ചെറിയ ചുവന്ന ഉള്ളി നെടുകെ പിളർന്നിട്ട് തലയൂട്ടിൽ തേക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഹെയർ ഓയിലുകൾ, സിത ഹെയർ ഓയിലാണ് ഞാൻ നിർമ്മിക്കുന്നത്, അത് വേണമെങ്കിൽ അത് അയച്ചു തരാൻ സാധിക്കും. സന്തോഷ വാർത്തയുണ്ട്, എറണാകുളം ജില്ലയിൽ നെല്ലിക്കുഴിയിൽ എൻ്റെ പുതിയ ഹോസ്പിറ്റൽ വരുന്നുണ്ട്. നെല്ലിക്കുഴി പഞ്ചായത്തിന് സമീപമാണ് ഹോസ്പിറ്റൽ വരുന്നത്. പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം ഒരു 10-15 ദിവസത്തിനുള്ളിൽ ചിങ്ങമാസത്തിൻ്റെ ആരംഭഘട്ടത്തിൽ ഹോസ്പിറ്റലിൻ്റെ ഓപ്പണിംഗ് ഉണ്ടാവും. എല്ലാവർക്കും എൻ്റെ ഔഷധങ്ങളും എന്നെയും കാണാനുള്ളൊരു അവസരമുണ്ട്. നന്ദി, നമസ്തേ. ധനന്തരൻ വേദിനിരിക്കുകയാണ്. ഞാനിപ്പോൾ നെല്ലിക്കുഴിയിലാണ്.